പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ചുരുങ്ങിയ സമയം മാത്രമേ നമ്മൾ ഈ കോൾ ഓപ്പൺ ചെയ്യൂ. നമുക്കിപ്പം നസീലയുണ്ട്. നസീല ഒരു വീട്ടമ്മയാണോ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നസീലയോട് സംസാരിക്കാം. നസീല, വെരി ഗുഡ് മോർണിംഗ്. നസീല, വെരി ഗുഡ് മോർണിംഗ്. അമ്മയാണ്. അമ്മയാണ്. ARD ആണ്. ഓ, അത് ശരി. എന്താ നേരിട്ട ദുരനുഭവം? അതായത് ഈ ഉപജില്ലയിൽ നിന്ന് മത്സരം നടക്കുമ്പോൾ ഈ ഉപജില്ലയിലുള്ള ഒരു മാഷ് വന്ന് ജഡ്ജ്മെന്റിന് ഇരിക്കാൻ പാടില്ല എന്നൊരു ബൈല ഉള്ളപ്പോൾ ഇവിടെയുള്ള മുഴുവൻ സ്കൂളുകളിലും ഒരു ജഡ്ജിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ജഡ്ജിമാരെ വിട്ടുകൊടുത്തത്. അല്ലെങ്കിൽ ആ ആള് തന്നെയാണ് ജഡ്ജിയായിട്ട് പോയത്. എൻ്റെ മകള് ഭരതനാട്യം 3.5 വയസ്സ് തൊട്ട് പഠിക്കുന്നു. ആദ്യമായിട്ട് 9ാം ക്ലാസ്സിലാണ് ഒരു വർണ്ണമായിട്ട് കയറുന്നത്. സ്കൂളിൽ വെച്ച് തന്നെ ഇനി ഒരു മത്സരത്തിൽ ഉപജില്ലയിലേക്ക് അവൾ പോകരുത് എന്നുള്ള രീതിയിൽ ഉള്ള ഇതാണ് ഉണ്ടായത്. അതായത് സെക്കൻഡ് ആയിരുന്നു. നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് പ്രശ്നമില്ല. സെക്കൻഡ് ഫസ്റ്റും മത്സരിക്കുന്ന എല്ലാവരും ചിലപ്പോൾ ഫസ്റ്റ് ആവണമെന്നില്ലല്ലോ. അതിൽ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നമ്മൾ അപ്പീൽ പോകുമ്പോൾ സാധാരണഗതിയിൽ ഈ മത്സരം നടക്കുന്ന സമയത്താണ് റിമാർക്സ് എഴുതാറുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അപ്പീൽ പോയി എന്ന് സ്കൂളിൽ നിന്ന് കൺവീനർ, യൂത്ത് ഫെസ്റ്റിവലിന്റെ കൺവീനർ വിളിച്ച് പറയുമ്പോൾ രണ്ടാമത് വന്നിട്ടാണ് എൻ്റെ മകൾക്കുള്ള റിമാർക്സ് എഴുതിയത്. പിന്നീട് എഴുതി ചേർത്തു എന്നുള്ളത് മാത്രമല്ല, ഉപജില്ലയിൽ മത്സരിക്കരുത് എന്നുള്ള ഒറ്റ ജഡ്ജ് 33 മാർക്കിന്റെ വ്യത്യാസമാണ് ഇട്ടത്. അപ്പം ജഡ്ജ്മെന്റ് നീതി അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ അപ്പീൽ പോയത്. നമ്മൾ അപ്പീൽ പോയിട്ട് അവിടെ ചെന്നപ്പോ അവിടെ നോക്കുന്നത് എന്താന്ന് വെച്ചാല് ഇവിടെ നിന്ന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മാത്രമാണ്. ഈ 2 കുട്ടികൾ കളിച്ച വീഡിയോ കാണാനോ അത് വെച്ചിട്ട് അവർ വീണ്ടും ഒരു അനാലിസിസ് നടത്താനോ തയ്യാറല്ല. എല്ലാ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളുടെയും മാർക്ക് നോക്കി ഡാൻസ് കളിക്കുന്ന ഇപ്പൊ അതായത് ഈ വർഷത്തോടെ ഏതാണ്ട് മടത്ത പോലത്തെ ഒരു അവസ്ഥയിൽ എത്തി അവര്. അതാണ് ഒരു കഷ്ടം. നാടോടി നൃത്തത്തിന് ഉപജില്ലയിൽ എത്തിയിരുന്നു. അവിടെ എന്റെ മോളുടെ കൂടെ ഡാൻസ് സ്കൂളിൽ പഠിച്ച ഹയർ സെക്കൻഡറി കോച്ചിന്റെ ഇതിന് ചാട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം പറഞ്ഞത്, റിമാർക്സ് പറഞ്ഞത്. എന്റെ മോൾക്ക് ചാട്ടം കുറഞ്ഞു പോയി എന്നാണ് പറഞ്ഞത്. അതെ നസീല മാം, ഞങ്ങളിപ്പോൾ പുറത്തുവിട്ട ശബ്ദരേഖകളിലൊക്കെ ഈ പറയുന്ന മാഫിയ സംഘങ്ങളുണ്ട്. അവിടെയൊക്കെ ഉണ്ടാവാം ഒരുപക്ഷെ താല്പര്യങ്ങളുള്ളവർ. താങ്ക് യു മാം പ്രതികരിച്ചതിന്. നസീല മാം ആണ് നമുക്കൊപ്പം ചേർന്നത്. ഇത്തരം ദുരനുഭവങ്ങൾ നിങ്ങൾ ഒരുപാട് പേര് നമ്മൾ ഫോൺ കോളുകളുണ്ട്. ഈ സമാനമായ സ്വഭാവം നിങ്ങളിൽ പലർക്കും ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം. സാഹചര്യങ്ങളെ നമ്മൾ മറികടക്കുകയാണ് വേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിലൊരു ഇമ്പാക്റ്റ് ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും.